കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആവശ്യം കൂടെ ദൈവത്തിന് വചനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം കരയിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങൾ കേൾക്കുന്തോറും അത് ആ വചനത്തിൻ്റെ ശക്തി എന്തുമാത്രം നമ്മൾ ഏറ്റെടുക്കുന്നു അത്രമാത്രം ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വാക്യത്വങ്ങളും പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതും വിലയേറിയതുമായ സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെയാണ് ഞാനും നിങ്ങളും സമയം ചിലവഴിക്കുന്നത്. നമുക്കൊരു ദിവസം കിട്ടുന്ന 24 മണിക്കൂറിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സെക്കൻഡ്, എത്ര മണിക്കൂർ ദൈവത്തിന് മുൻപാകെ ഇരുന്നുകൊണ്ട്, വചനത്തിന് മുൻപാകെ ഇരുന്നുകൊണ്ട് ആ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുന്ന എപ്രകാരമാണെന്ന് കേൾക്കുവാൻ നിങ്ങൾക്ക് എനിക്കും കഴിയുന്നത് എത്ര ആശ്വാസകരമാണ്, സന്തോഷപ്രദമാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതും നമുക്ക് ശക്തി പകരുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന നന്മകളും ജീവൻ്റെ ഉറവുകളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിന് ശക്തിക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകേണ്ട. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഈ നാളുകളിൽ ദുഃഖിതരായ, നിരാശയോടുകൂടി, ആലംബഹീനരായി, യാതൊരു വഴിയും കാണാതെ ഗതിമുട്ടി നടക്കുന്നതായ ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ നമ്മളെ മുൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് എന്താണ് ചെയ്യുവാൻ കഴിയാത്തത്? എന്താണ് അവർക്ക് സാധിക്കുവാൻ പറ്റാത്തത്? ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തെ എല്ലാം നഷ്ടപ്പെട്ട് നിരാശ മാത്രം ഈ ജീവിതങ്ങളെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളും വേദനകളും മാത്രം അവർ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ ഈ ജനതയ്ക്ക് എവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും, എവിടെ ചെന്നാൽ സമാധാനം കിട്ടും, എവിടെ നടന്നാൽ ഒരു പ്രത്യാശയുടേതായ ആശ്വാസത്തിൻ്റെതായ വചനങ്ങൾ കേൾക്കുവാൻ കഴിയും. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇയ്യോബ് ഇപ്രകാരം പറയുന്നു: നിങ്ങളെല്ലാവരും ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. കാരണം ഈ ലോകം നമുക്ക് തരുന്ന ആ ദുഃഖത്തിൻ്റെതായ ആ ആശ്വാസ വാക്കുകളാണ് ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, സന്തോഷിപ്പിക്കുന്നതും നമ്മളെ ഒരു നല്ല ജീവിതത്തിലേക്ക് നടത്തുന്നതുമായിരിക്കത്തില്ല. എപ്പോഴും നിരാശയുടെ വാക്കുകൾ, വേദനയുടെ വാക്കുകൾ, പരിഭ്രമത്തിൻ്റെ വാക്കുകൾ, പ്രൈസലോ, അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഏതൊരു വിഷയങ്ങളുടെ നടുവിലും ഞാനും നിങ്ങളും സമാധാനം കിട്ടുവാൻ, ഞാനും നിങ്ങളും ആശ്വാസം പ്രാപിപ്പാൻ, ഞാനും നിങ്ങളും വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് എവിടെയാണ് ഒരു അഭയസ്ഥാനമുള്ളത്? എവിടെയാണ് നമുക്ക് ഒരു ആശാ കേന്ദ്രമുള്ളത്? എവിടെയാണ് നമുക്ക് ഒരു പ്രത്യാശയുടെ വഴിയുള്ളത്? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയുള്ള ആ ജീവിതങ്ങൾക്ക് വഴികാട്ടിയായി നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കാലിന് ദീപമാണ് നിന്റെ വചനം, അതെൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. കൂരിട്ടിൽ കൂടി നടക്കുമ്പോൾ, അന്ധകാരത്തിൽ കൂടി നടക്കുമ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെതായ സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ നാം അതിനെ നഷ്ടമാക്കാതെ ആ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിപ്പാൻ, ജീവിതത്തിലെ നിത്യമായ സന്തോഷം അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ ഞാനും നിങ്ങളും എന്നെ നഷ്ടമാക്കി കളയല്ലേ, വൃഥാവാക്കി കളയല്ലേ എന്ന് വർക്കാലം ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ആഴമേറിയതും ആഴത്തിൽ കിടക്കുന്ന നിരാശയെ ആണ്ടുപോയ ജീവിതത്തെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രൈസലോ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്നുള്ള കാര്യം നാം മറന്നു പോകേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്തിനാണ് നാം വചനം വായിക്കുന്നത്? എന്തിനാണ് നാം പ്രസംഗം കേൾക്കുന്നത്? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുന്നത്? കാരണം ഇതിൽ കൂടി മാത്രമേ ഉള്ളൂ ഒരു നിത്യരക്ഷ, ഒരു നിത്യജീവൻ, ഒരു പ്രകാശം ദാനം ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ആ വചനം കേൾക്കും തോറും അത് പ്രാപിച്ചെടുക്കുവാൻ, ആ വാക്യത്തെ നിവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വചനം പര്യാപ്തമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന് വചനം ഒരു വഴികാട്ടിയാൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് നേടിത്തരുന്ന ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് ആത്മാവ് വചനത്തിൽ കൂടി പ്രകാരം സംസാരിച്ചു. കാരണം ഇത് എഴുതപ്പെട്ട വചനമാണ്, അയക്കപ്പെട്ട വചനമാണ്. യേശു പ്രാർത്ഥനയിൽ വചനം ഉപയോഗിച്ചും സാത്താനെ നിശബ്ദമാക്കുവാൻ വചനം ഉപയോഗിക്കുക. നിന്റെ ഹിതം നിവർത്തിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം നാം പ്രാർത്ഥനയിൽ ഉരുവിടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം നമ്മുടെ പ്രാർത്ഥനയിലെ ശക്തിയേറിയ ഒരു ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മീയ ആയുധങ്ങളുടെ പട്ടികയിൽ ദൈവവചനം ഒരു പ്രതിരോധ ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം വചനത്താൽ ജയിക്കുവാൻ ഈ വചനം എന്തായിട്ട് മാറുന്നു? ഒരു പ്രതിരോധ ആയുധമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജയത്തിന് വേണ്ടി വാറ്റത്ത വചനങ്ങളെ പ്രസ്താവിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം ഉരുവിടുക നിമിത്തം ജീവിതത്തിലെ ഭയം, അന്ധകാരം എന്നിവയെല്ലാം ഇല്ലാതാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അനേകരും ആത്മീയ ഭക്ഷണത്തിന് വേണ്ടി വചനം ഉപയോഗിക്കുന്നു. കാരണം വചനത്തിൽ വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലദീപം. പ്രൈസലോ, ഞാനെപ്പോഴും വന്ന് പാർക്കേണ്ടത് നിന്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താ? അനേകരും ആത്മീയ ഭക്ഷണത്തിന് വേണ്ടി വചനം ഉപയോഗിക്കുന്നു. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനത്തിൻ്റെതായ ശക്തി ഏറ്റെടുക്കുമ്പോൾ, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ഭക്ഷണമായി മാറുന്നു. കാരണം നമ്മുടെ ആത്മീയ ആഹാരമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനത്തിലെ ശക്തി എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും യഥാർത്ഥമായി അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ യുദ്ധാക്രമണത്തിൽ ആയുധമായി വചനം ഉപയോഗിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ഓർമ്മപ്പെടുത്തുവാൻ വചനം ഉപയോഗിക്കുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-11 വരെയുള്ള വാക്യം വായിച്ച് ഉദ്ധരിച്ചുകൊണ്ട് സാത്താനോട് പറയുക, നീ കാൽവറിയിൽ തോൽക്കപ്പെട്ടവനാണ്. അതിനുശേഷം അഭിഷേകത്തോടുകൂടി പറയുക, നിശബ്ദനാകുവാൻ. അപ്പോൾ വചനത്തിനെന്തുണ്ട്? ശക്തിയുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ ഓരോ ദൈവീക വാക്യത്വങ്ങളും നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ കൂടിയുള്ളതായ വാക്യത്വങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിനോ വാക്യത്വങ്ങൾക്കോ എന്ത് വരത്തില്ല? മാറ്റം വരത്തില്ല. അതുകൊണ്ട് സ്ഥിരമായുള്ളത് പ്രൈസലോ ആ വചനത്തിൻ്റെതായ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാറിപ്പോകാത്തത്, നീങ്ങിപ്പോകാത്തത്, മാറ്റം വരാത്തത് ആ വചനത്തിൻ്റെതായ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. യേശുവിനെ പരീക്ഷിച്ച് തോൽപ്പിക്കുവാൻ സാത്താൻ പോരാടുമ്പോൾ കൃത്യമായ വചനം ഉരുവിട്ടാണ് യേശു സാത്താനെ ജയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര ആഴമേറിയ സത്യമാണ് ആ വചനത്തിന് ശക്തി. സാത്താൻ തോൽപ്പിക്കുവാൻ സാത്താൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് സാത്താൻ ചെന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെയും സാത്താൻ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മളോടും എന്ത് ചെയ്യും? സാധാരണമായി പോരാടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ സാത്താൻ്റെ തന്ത്രങ്ങളെ, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ, വലിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താൻ നമ്മളെ ആക്രമിക്കുവാൻ വരുന്നത്. യേശുവിനെ പരീക്ഷിച്ച് തോൽപ്പിക്കുവാൻ സാത്താൻ പോരാടുമ്പോൾ കൃത്യമായ വചനം ഉരുവിട്ടാണ് യേശു സാത്താനെ ജയിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ യഥാർത്ഥമായി ജീവിക്കുക എന്നതുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടി വചനം മൂലം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നതിൽ രഹസ്യം ഈ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ അളവിലുള്ള പ്രാർത്ഥനയും വചനവും ആരോഗ്യകരവും ശക്തവുമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പൂർണ്ണ അളവിലുള്ള പ്രാർത്ഥനയും വചനവും ആരോഗ്യവും ശക്തവുമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകപ്പെടുന്നു. ശക്തമായൊരു ജീവിതം
ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ, നമുക്ക് ബലപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പൂർണ്ണ അളവിലുള്ള പ്രാർത്ഥനയും വചനവും അത് നമ്മുടെ ആരോഗ്യത്തിന് എന്താക്കി ശക്തിയാക്കി മാറ്റുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളായ ദൈവമക്കളെ, വചനം കേൾക്കുവാൻ താല്പര്യപ്പെടുക. വചനത്തിന് മുൻപാകെ നിങ്ങളുടെ സമയങ്ങളെ ചിലവഴിക്കുക. വചനത്തിൻ്റെതായ ആഴങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ഏതാവശ്യങ്ങളും കോർത്തിണക്കി പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും വചനം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് വചനത്തിന് ശക്തി എന്ത് ചെയ്യണം? ഏറ്റെടുത്തുള്ള മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുൻപാകെ 4 ലേഖനങ്ങളെക്കുറിച്ച്, ആ ലേഖനങ്ങളിൽ ദൈവത്തിന് വചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ഇന്ന് പലക്കാലം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനി, 2 തെസ്സലോനിക്കർ, 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, ഈ 4 ലേഖനത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതിൻ്റെ ആഴങ്ങൾ എങ്ങനെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് നമുക്ക് അല്പനിമിഷം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനിക്കർ ലേഖനത്തിൽ 5 അധ്യായങ്ങളുള്ളതിൽ 89 വാക്യങ്ങളിൽ 4 വാക്യം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. തെസ്സലോനിക്കയിലെ 2-ാം ലേഖനത്തിൽ 3 അധ്യായങ്ങളുള്ളതിൽ 47 വാക്യം ഉള്ളതിൽ 2 വചനം ദൈവത്തിൻ്റെതായ വചനത്തിൻ്റെതായ ശക്തിയെ വെളിപ്പെടുത്തുന്നു. 1 തീമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ 6 അധ്യായമുള്ളതിൽ 113 വാക്യങ്ങളിൽ 5 വാക്യം ദൈവത്തിൻ്റെ വചനത്തെ എടുത്ത് കാണിക്കുന്ന വചനത്തിൻ്റെ പ്രാധാന്യം. 2 തീമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ 4 അധ്യായങ്ങളുള്ളതിൽ 83 വാക്യങ്ങളുള്ളതിൽ 5 വാക്യങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെതായ ശക്തി വെളിപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 4 അധ്യായങ്ങളിൽ കൂടിയും 16 വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് പലക്കാലം ആ ചിന്തയിലേക്ക്, ആ വചനധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകലജനവും നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്തെ ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ ഇസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു സകല ജനവും ശ്രദ്ധിച്ചു കേട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കട്ടെ, 1 മണിക്കൂറോ അരമണിക്കൂറോ ദൈവത്തിന് വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളും മുഷിയും. സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന എന്താണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണ പ്രാസംഗികൻ ഇപ്രകാരം പറയാറുണ്ട്, ഏറ്റവും ശ്രദ്ധയോടുകൂടി ഒരാൾ വചനം കേട്ടാൽ ഏതാണ്ട് 20 മിനിറ്റോ 25 മിനിറ്റോ അത് ശ്രദ്ധിക്കത്തുള്ളൂ. സത്യമായ കാര്യമാണ്. പിന്നെ അവനെ മറ്റൊന്നുള്ള ചിന്തയിലേക്ക് ഭാരത്തിലേക്ക് അവന് ആ ഭാരങ്ങളിലേക്ക് അവനെ വഴി നടത്തും. അതുകൊണ്ട് ഇന്ന് പലക്കാലം ആ ന്യായപ്രമാണ പുസ്തകം രാവിലെ തുടങ്ങി ഉച്ചവരെ വായിച്ചു കേട്ടപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണം കേൾക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ദൈവത്തിന് വചനം ഞാനും നിങ്ങളും എങ്ങനെയാണ് കേൾക്കേണ്ടത്? വളരെ ശ്രദ്ധയോടുകൂടി, വളരെ വിനയത്തോടുകൂടി, വളരെ ഭയത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ മുൻപിലിരിക്കുമ്പോഴാണ് ആ ദൈവികമായ അരുളപ്പാടും ദൈവികമായ ശബ്ദവും ദൈവത്തിൻ്റെതായ ആ വാക്യത്വങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ദേശാധിപതിയായ നെഹെമ്യാവും ശാസ്ത്രിയായ ശ്രാപുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെതായ ന്യായപ്രമാണത്തിൻ്റെ മുൻപിലാണ്. നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയി. പ്രിയ ദൈവമേ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, അല്ലെങ്കിൽ വിശ്വാസിയെ, ആരെങ്കിലും ആകട്ടെ, പ്രൈസല്ലോ, വചനത്തിന് മുൻപാകെ വചനം കേൾക്കുമ്പോൾ എത്ര പേര് കണ്ണുനീരോടുകൂടി ശ്രദ്ധയോടുകൂടി കേട്ട് ആ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വചനം കേട്ടപ്പോൾ, ന്യായപ്രമാണം വായിക്കുന്നത് കേട്ടപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു? ജനമെല്ലാം കരഞ്ഞുപോയി. ദൈവം കൊടുത്തിരിക്കുന്ന പ്രൈസലോ ആ കൽപ്പന, ആ പ്രമാണം, ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വം, ദൈവജനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാക്തത്വം കേട്ടപ്പോൾ ജനം എന്ത് ചെയ്തു? ദൈവം മുൻപാകെ കരയുവാനിടയായിത്തീർന്നു. ഇന്ന് വർക്കാർ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ദൈവത്തിൻ്റെ വനം മാറ്റമില്ലാതെ നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഹൃത്തിടങ്ങളിലേക്ക് ആ വചനത്തിന് ശക്തി ചെല്ലുമ്പോൾ കണ്ണീരോടുകൂടി, പ്രൈസലോ, എത്ര പേര് ആ വചനം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഏറ്റെടുത്തിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, വാക്തത്വങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വർക്കാലം ഞാനും നിങ്ങളും ആ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം വായിക്കുമ്പോൾ, തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. നോക്കണം, എത്ര അനുഭവങ്ങളാണ് നമുക്കവിടെ കാണുവാനും കഴിയുന്നത്. തങ്ങളോട് പറഞ്ഞ വചനം അവർക്ക് ബോധ്യമായ, അവരത് ഏറ്റെടുത്തപ്പോൾ, ആ വചനത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കിയപ്പോൾ കണ്ണുനീരോടുകൂടി ദൈവസേന ഇരുന്ന് ആ വചനം കേട്ടപ്പോൾ ജനമെല്ലാം കരഞ്ഞു. ആ കണ്ണുനീരിൻ്റെ മുൻപിൽ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. എന്താ? പറഞ്ഞ വചനം, കേട്ട വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ? അവരുടെ നിരാശകൾ മാറി, ദുഃഖങ്ങൾ മാറി, വേദനകൾ മാറി. ജനമെല്ലാം എന്ത് ചെയ്തു? തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. സന്തോഷിപ്പിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, ദുഃഖങ്ങളെ, വേദനകളെ മാറ്റുന്ന വചനം, നിരാശകളെ, കണ്ണുനീരിനെ മാറ്റുന്ന വചനം. ഇന്ന് പലക്കാലം വനത്തിന് ശക്തി ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പലക്കാലം വാക്യങ്ങളെ മുറുകെ പിടിക്കുവാൻ കഴിയുമോ? വനത്തിന് ശക്തി ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവനാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തൽക്കാലം പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുക, ലേഖനങ്ങളിലേക്ക് കടന്നു വരിക. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശക്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ ബഹുനിശ്ചയത്തോടും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു വചനം സംസാരിക്കുന്നു അപ്പോസ്തലൻ പൗലോസ്. പ്രൈസലോ. 6-ാം വാക്യം വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അതുതന്നെയാണ് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചത്. വചനം കേട്ടപ്പോൾ അത് സത്യവചനമാണെന്ന്, അത് പ്രയോജനമുള്ള വചനമാണെന്ന്, പ്രൈസലോ, തങ്ങളോട് പറഞ്ഞ വചനം അവർക്ക് ബോധ്യമായതുകൊണ്ട് ജനം എന്ത് ചെയ്തു? തിന്നുവാനും കുടിക്കുവാനും സന്തോഷിക്കുവാനും പകർച്ചകൾ കൊടുത്തുവിടുവാൻ അവർക്കിടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ എടുത്തു പറയണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും
അനുകാരികളായി തീർന്നു. ദൈവത്തിന് സ്വൈര്യം കൈക്കൊള്ളുക, വചനം ഏറ്റെടുക്കുക, വചനത്തിൽ കൂടി പ്രാപിച്ചെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആ ജനം വളരെ നിരാശയോടു കൂടിയായിരിക്കാം, ദുഃഖത്തോടു കൂടിയായിരിക്കാം, വേദനയോടുകൂടി ആയിരിക്കാം ആ ന്യായപ്രമാണം കേൾക്കുവാൻ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അതേ ആശയമാണ് ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം എന്ത് ചെയ്തു? വചനം കൈക്കൊണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവന്റെ വചനം വിശ്വസിക്കുന്ന, സന്തോഷത്തോടെ വചനം സ്വീകരിക്കുന്ന, ശ്രദ്ധയോടെ വചനം കേൾക്കുന്നതായ പ്രൈസ് ദി ലോർഡ് വചനത്തിൻ്റെതായ സത്യങ്ങൾ അവർക്ക് ബോധ്യമായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്തു? വചനം കൈക്കൊണ്ടത് കൊണ്ട് ഞങ്ങൾ കർത്താവിന് ആരായിത്തീർന്നു? അനുകാരികളായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 1-ാം അധ്യായത്തിന് 8-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം എവിടേക്കാണ് ചെല്ലുന്നത്? വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ഈ വചനങ്ങൾ ചെല്ലും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൽക്കാലം ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുന്ന വചനങ്ങൾ, മാറ്റമില്ലാത്ത വചനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവിടൊക്കെ ചെല്ലുന്നു? ഭൂമിയുടെ അറ്റത്തോളം. ഇവിടെ ചില സ്ഥലങ്ങളുടെ പേര് പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം മുഴങ്ങി ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രസിദ്ധമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു പട്ടണത്തിന് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരു ലേഖനത്തിൽ വായിക്കുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് വരുവി. സകല ഭൂവാസികൾക്കും, ലോകത്തിലുള്ളതായ മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം ദൈവം പ്രദാനം ചെയ്തത്. അതുകൊണ്ട് ആ വചനം എന്ത് ചെയ്യുന്നില്ല? ശാന്തമായിരിക്കുന്നില്ല. ഒരു ദേശത്ത് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് സഞ്ചരിച്ചതായ ദേശങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അഖായയിലും മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയിൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്സയിലെത്തി. അപ്പോൾ പൗലോസ് സഞ്ചരിച്ചതായ ദേശത്തെക്കുറിച്ച് പറയുകയാണ്. ആസ്യയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? വചനോടെ പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ അവിടെ ഒരു നിർദ്ദേശം കൊടുത്തത്? വിലക്കി. അവിടെ വചനം എന്ത് ചെയ്യണ്ട? പ്രസംഗിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ ശക്തി അവരെന്ത് ചെയ്യുന്നില്ല? ഏറ്റെടുക്കുന്നില്ല, ആഴമായി മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും, തിരസ്കരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, തള്ളിപ്പറയുന്ന ഒരു കൂട്ടരുണ്ട്, വചനത്തെ നിന്ദിക്കുന്നവരുണ്ട്, അപമാനിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും ധൈര്യത്തോടുകൂടി ആ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചാൽ, ഹല്ലേലൂയ, നമുക്കതിൻ്റെതായ പ്രയോജനം, ദേശത്തിന്, രാജ്യങ്ങൾക്ക് അതിൻ്റെതായ വിടുതൽ കിട്ടുവാൻ ഇടയായിത്തീരും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ എന്ത് ചെയ്തു? പരന്നു, പ്രബലപ്പെട്ടു. ആരെല്ലാം തടസ്സം നിന്നാലും, ഏതെല്ലാം ജീവിതങ്ങളോ രാജ്യങ്ങളോ ഭരണാധികാരികളോ തടസ്സം നിന്നാലും, ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ഇത് ബന്ധിക്കുവാനോ ഒതുക്കുവാനോ കഴിയുന്നതല്ല. ഈ വചനത്തോട് ആരെല്ലാം മത്സരിച്ചിട്ടുണ്ടോ,
ആരെല്ലാം എതിർത്തിട്ടുണ്ടോ അവരുടേതായ ഭവനങ്ങളും എല്ലാം എന്തായിട്ട് മാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ആരാധനാ കേന്ദ്രമായി വചനം വിളിച്ചു പറയുന്നതായ അന്തരീക്ഷമായി മാറിയിട്ടുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഇത് വേറെക്കാലം പ്രൈസ് ദി ലോർഡ് ശാന്തമായി ദൈവത്തിന് വചനം കേൾക്കുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തെസ്സലോനിക്കർ 1:2 13 വായിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വ്യാപരിക്കുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ആ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുവാനും കഴിഞ്ഞത് പരന്ന് വചനം അവിടെ എന്ത് ചെയ്തു? പരക്കെ ദേശം മുഴുവനും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാനിടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. 4-18 വായിക്കുമ്പോൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിപ്പിച്ചുകൊള്ളുവേ. ആശ്വസിപ്പിക്കുന്ന വചനം, ആശ്വാസം തരുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ മറ്റൊരു വാക്കുകളോ മറ്റൊരു പുസ്തകങ്ങളോ മറ്റൊരു വചനമോ ഇല്ല. ദൈവത്തിൻ്റെ വചനം മാത്രം നമുക്ക് എന്ത് തരുന്നു? ആശ്വാസം തരുന്നു. ഹല്ലേലൂയ. ഓരോ വിപത്തുകൾ കാണുമ്പോൾ, അപകടങ്ങൾ കാണുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആശ്വസിപ്പിക്കുന്ന വചനം. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിരാശയോടുകൂടി ദുഃഖിതരായി പരിഭ്രാന്തരായി നടക്കുമ്പോൾ ദൈവത്തിന് വൻ കേൾക്കുന്നതായ പ്രിയ മക്കളെ, പ്രിയ ദൈവദാസന്, ദൈവമക്കളെ, ഈ വചനം നിങ്ങൾക്ക് എന്ത് തരുന്നു? ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന വചനം, സമാധാനം തരുന്ന വചനം. വീണ്ടും നമുക്ക് 2 തെസ്സലോനിക്കർ കടന്നു വരാം. 2 തെസ്സലോനിക്കർ 2 വായിക്കുമ്പോൾ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുതേ. പ്രൈസ് ദി ലോർഡ്. വല്ല ആത്മാവിനാലോ വചനത്താലോ. ഒരു അന്ത്യകാലഘട്ടമാണ്. പൗലോസ് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്, ഇത് അന്തിമ ദുർഘട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനത്തിന്റെ ശക്തി ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥമായി അറിയണം. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയ സത്യവചനത്തെ യഥാർത്ഥമായി അറിയണം, അറിയേണ്ട വിധത്തിൽ അറിയണം. അതിന് യാതൊരു വളവോ യാതൊരു മാറ്റമോ വരുത്തുവാൻ പാടില്ല. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ഈ വചനത്തിൻ്റെതായ ഒരു വള്ളിക്കോ അതിൻ്റെതായ ഒന്നിനും എന്ത് ചെയ്യത്തില്ല, മാറ്റം വരുത്തുവാൻ പാടില്ല. കാരണം വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുതേ. ഹല്ലേലൂയ. ദുരുപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞതായ അന്ധകാരാവൃതമായ ഈ ലോകത്തിൽ ദൈവത്തിന് ബദലേ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി തന്നെ അറിയണം. ആ വചനത്തിൻ്റെ ആഴങ്ങളെ, വചനത്തിൻ്റെതായ രഹസ്യങ്ങളെ, വചനത്തിൻ്റെതായ മർമ്മങ്ങളെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സേവിച്ചുകൊണ്ട്, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെതായ വാക്തത്വം നമുക്ക് തന്നിരിക്കുന്ന വചനം, ആ വാക്തത്വം നമുക്ക് നിറവേറുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയായിത്തീരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തിന് സ്തോത്രം ചെയ്യും. 2 തെസ്സലോനിക്കർ 3 വായിക്കുമ്പോൾ ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനിടയായി. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണ് എത്തിയത്? വേഗത്തിലെത്തി. പ്രൈസ് ദി ലോർഡ്. കാരണം അത് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്.
പരിശുദ്ധാത്മാവാണ് ഗൈഡ് തരുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും അടുത്തെത്തിയത് കൊണ്ടാണ്, എൻ്റെയും നിങ്ങളുടെയും സമയമേ വന്നതുകൊണ്ടാണ്, എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ഈ വചനം ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും പ്രൈസലോ ഈ വലിയവനായ ദൈവത്തെ അറിയുവാനും സേവിക്കുവാനും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വരുംകാല ന്യായവിധിയിൽ നിന്ന് വഴിയുള്ളവരായി തീരുവാൻ ഇടയാക്കിയത് എന്താ? പ്രൈസലോ കർത്താവിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ എത്തിയത് കൊണ്ടാണ്. പ്രൈസലോ. അപ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണ്, ദൈവത്തിന് നമ്മളോടുള്ളതായ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. ഈ പൽക്കാലം ഞാനും നിങ്ങളത് അറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. വീണ്ടും നമുക്ക് 1 തീമോഥെയോസിലേക്ക് കടന്നു വരിക. പ്രൈസലോ. 1 തീമോഥെയോസ് 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഏതു മനുഷ്യനും ഏതു ജാതിയിൽപ്പെട്ടവനും അംഗീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. തലകുനിച്ച് സമ്മതിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസലോ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. എങ്ങനെയാണ് പാപികളെ രക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി പാപിക്ക് അവൻ്റെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അവന് കുറ്റബോധമുണ്ടാകും. അവൻ ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന വചനത്തിന് മാത്രമേ അതിന് ശക്തിയുള്ളൂ, കഴിവുള്ളൂ. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ചെറിയവനെന്നോ വലിയവനെന്നോ, ധനവാനെന്നോ സമ്പന്നെന്നോ ദരിദ്രനെന്നോ, വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ, ധനികനെന്നോ സമ്പന്നെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമാണ്. കാരണം എന്താ? സ്വർഗത്തിലെന്തേക്ക് സ്ഥിരമായിരിക്കും ദൈവത്തിൻ്റെ വചനമാണ്. പിതാവായ ദൈവം പുത്രനിൽ കൂടി നമുക്ക് ദാനം തന്ന ഈ വചനമാണ്. അതുകൊണ്ട് എന്താണ്? എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധിയിലും ഈ വചനം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് നാം പറയുന്നത്, പ്രസ്താവിക്കുന്നത്. പ്രൈസ്. എല്ലാവരും അംഗീകരിക്കുവാൻ, എല്ലാവരും ഏറ്റെടുക്കുവാൻ, എല്ലാവരും പ്രാപിക്കുവാൻ, എല്ലാവരും ഒരുപോലെ അനുസരിക്കുവാൻ പറയുന്ന വചനം. കാരണം വചനം പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ടിരിക്കുന്നു? നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ടോ? ആ വചനത്തിൽ കൂടി പറയുന്ന ഓരോ മുന്നറിയിപ്പോഴും എന്ത് ചെയ്യുന്നു? നിറവേറിക്കൊണ്ടിരിക്കുന്നു. നിറവേറുന്ന വചനമായത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നത്, ഇത് ഏറ്റെടുക്കുന്നത്. ഒരു കെട്ടുകഥ പോലെയല്ല. പ്രൈസലോ. നിറവേറപ്പെടുന്ന വചനം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ അപ്പോസ്തലന്മാരിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? അക്ഷരം പ്രതി അന്ത്യകാലത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ അന്ത്യകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രൈസലോ. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ വചനം എന്ത് ചെയ്യുന്നു? നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുവാൻ കഴിയത്തുള്ളൂ. വചനത്താലുള്ളതായ വിശുദ്ധീകരണം, വചനത്താലുള്ളതായ കഴുകൽ പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ. 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തുയേശുവിനെ നല്ല ശുശ്രൂഷകനായിത്തീരും. വചനത്തിൻ്റെതായ പോഷണം. നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനങ്ങൾ. നല്ല ഉപദേശം, സതുപദേശം.
പ്രൈസ് ദി ലോർഡ്. ഏവനും അംഗീകരിപ്പാൻ പറ്റിയതായ ഉപദേശം, കൈക്കൊള്ളുവാൻ പറ്റിയതായ ഉപദേശം, കൈക്കൊള്ളുവാൻ പറ്റിയതായ ആലോചന വചനത്തിൽ കൂടി നമുക്ക് കിട്ടും. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വിശ്വാസം, അനുകരിക്കുവാൻ, പിന്തുടരുവാൻ, അംഗീകരിക്കുവാൻ, അനുസരിക്കുവാൻ യോഗ്യമായ വചനമാണ്. പ്രൈസ് ഹല്ലേലൂയ. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിലെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും പത്തിക്കത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് എന്ത് ചെയ്യരുത്? മത്സരിക്കല്ലേ. ദൈവത്തിൻ്റെ വചനത്തോട് തർക്കിക്കരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. തർക്കിക്കുവാനുള്ളതല്ല, വാദിക്കുവാനുള്ളതല്ല. ചോദിച്ചു മനസ്സിലാക്കാം, പക്ഷേ വചനത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? തർക്കിക്കുവാനും വാദിക്കുവാനും പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കളായ നമുക്ക് അവിടുത്തെ വചനത്തിന്റെ ശക്തിയെ, ആഴങ്ങളെ മനസ്സിലാക്കി തന്ന ദൈവം യുക്തിവാദികളെ യുക്തി കൊണ്ട് വാദിക്കുവാൻ നോക്കുന്നു. വാദിക്കുന്നവർ അവർ മറുഭാഗം പറഞ്ഞ് വാദിക്കുവാൻ നോക്കുന്നു. വാദിക്കുന്നവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അത് അംഗീകരിക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല. അവർ വാദിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും ഇതുവേണ്ടി വാദിക്കുവാനുള്ളതല്ല, ഈ വചനം തർക്കിക്കുവാനുള്ളതല്ല. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. സൂക്ഷിച്ച് എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇന്നത്തെ മാധ്യമങ്ങളിലും പേപ്പറുകളിലും മാസികകളിലും ഈ വചനത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതുന്നത്. ഇന്നത്തെ മീഡിയയിൽ കൂടി എന്തെല്ലാമാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു കാര്യം സത്യമായിട്ട് ഉറപ്പിച്ച് പറയാം, ദൈവത്തിൻ്റെതായ ന്യായവിധിയുടെ കരം ആ ജീവിതങ്ങളുടെ മേൽ വീഴുവാനിടയായിത്തീരും. മീഡിയയിൽ കൂടിയും മാസികയിൽ കൂടിയും പത്രദ്വാരയും ഇതിനെക്കുറിച്ച് തർക്കിക്കുവാനോ വാദങ്ങൾ നടത്തി ജയിക്കുവാനോ പാടില്ല. ഇന്ന് വർക്കാലം എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു വലിയ മുന്നറിയിപ്പായിട്ട് ഇത് കരുതിക്കൊള്ളണം. വചനം എന്ത് ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും കളിക്കുവാനുള്ളതല്ല, വാദിക്കുവാനും തർക്കിക്കുവാനുമുള്ളതല്ല. പിതാവായ ദൈവം സ്വന്തം കൈ കൊണ്ട് എഴുതി പരിശുദ്ധാത്മാവിൽ കൂടി പുത്രനിൽ കൂടി നമുക്ക് ദാനം തന്ന എന്തിനു വേണ്ടിയാ? നിത്യത മുതൽ നിത്യത വരെ എന്നെ നിങ്ങളെ കൊണ്ട് എത്തിക്കുവാനാ, ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ഏത് കേൾവിക്കാരോടും എനിക്ക് വിനയത്തോടുകൂടി പറയുവാനുള്ളത്, ദൈവത്തിന് വനം ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വ്യക്തി തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറിക്കൊള്ളണം. അതിനുവേണ്ടി നിങ്ങളുടെ സമയങ്ങളെ എന്ത് ചെയ്യലും? നഷ്ടമാക്കിക്കളയല്ലേ. ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറഞ്ഞത് എന്താ? യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവനൊന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. തർക്കിക്കുന്നവരെ ചെയ്തോട്ടെ, നമുക്കതിനകത്ത് പങ്കും ഓഹരിയുമില്ല. നെഹെമ്യാവിടെ അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്, രാവിലെ മുതൽ ഉച്ചവരെ അവർ ആ ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ആ വചനത്തിന് മുൻപാകെ അവരെന്ത് ദിനമെന്തിൽ കരയുവാൻ തുടങ്ങി, ഏറ്റെടുക്കുവാൻ തുടങ്ങി, പ്രാപിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാപിച്ചപ്പോഴാണ് അവരെന്ത് ചെയ്ത് തിന്നുവാനും കുടിക്കുവാനും ആർക്കുവാനും പ്രൈസലോ പങ്കുകൾ ഓഹരികൾ മറ്റുള്ളവർക്ക് കൊടുത്തയക്കുവാനും ഇടയായി. പ്രിയ ദൈവവചനേ, ഞാനും നിങ്ങളും എങ്ങനെയാണ് വചനം ഏറ്റെടുക്കുന്നത്? 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, എന്നോട് കേട്ട പത്യവചനം നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളണം. മാതൃകയാക്കുവാൻ പറ്റിയ വചനം. ഹല്ലേലൂയ.
സത്യവനത്തെ യഥാർത്ഥമായി തന്നെ കേൾക്കണം. സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ വനത്തിൻ്റെതായ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെതായ ഒഴുക്ക് എങ്ങോട്ടാ പോകുന്നത്. അങ്ങനെയുള്ളതായ സമയങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിക്കുവാൻ ഇടയാകാതെ വേണം. അതിനൊന്ന് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറിക്കൊള്ളണം. എന്നോട് കേട്ട പത്യവചനം നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിനും സ്നേഹത്തിനും മാതൃകയാക്കിക്കൊള്ളണം. മാതൃകയാക്കാൻ പറ്റിയ വചനം, സ്നേഹിക്കുവാൻ പറ്റിയ വചനം, ശത്രുവിനെ സ്നേഹിക്കുന്ന വചനം, ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന വചനം. പ്രൈസലോ, ഇല്ലാത്തവനെ കൊടുക്കുവാൻ പഠിപ്പിക്കുന്ന വചനം, അനേകരെ സഹായിക്കുവാൻ നമ്മുടെ കരങ്ങളെ തുറക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ്. ഞാനും നിങ്ങളും ആരായിരിക്കണം? ആ വചനം ഏറ്റെടുക്കുക, അനുസരിക്കുക. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ടാണ് പൗലോസ് പോയ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയും. അക്കായേലും ഞങ്ങളുടേതായ സ്ഥലങ്ങളെ പേര് പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞതാണ്. പ്രൈസലോ, ഈ വനത്തെ ബന്ധിക്കുവാനോ അടക്കുവാനോ ഒതുക്കുവാനോ കഴിയത്തില്ല. സത്യത്തെ 3 ദിവസം മാത്രമേ അവർക്ക് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 4-ാമത്തെ ദിവസം സത്യം പുറത്തു വന്നു. പ്രൈസലോ, ഇനി ഒതുക്കുവാൻ കഴിയത്തില്ല, ശാന്തമാക്കുവാൻ കഴിയത്തില്ല. 2 തിമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കും. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ സത്യവനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. സത്യവനത്തെ യഥാർത്ഥമായി തന്നെ പ്രസംഗിച്ചാൽ നീ ഒരിക്കലും ലജ്ജിക്കേണ്ടതായിട്ട് വരത്തില്ല. ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയോ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, പുകഴ്ചയ്ക്ക് വേണ്ടിയോ, പ്രശംസയ്ക്ക് വേണ്ടിയോ ഈ വചനവന്തയിൽ ഉപയോഗിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. സത്യവനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. സത്യവനത്തെ ബന്ധിക്കപ്പെടുവാൻ കഴിയാത്ത വനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യത്തില്ല? ഒരു നാളും ലജ്ജിച്ചു പോകുവാനിടയാകത്തില്ല. ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതുന്ന കാര്യങ്ങളാണ്. വൈസലോ, കാരണം എന്താ? ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് തൻ്റെ തെറ്റിലേക്ക് പോകുമ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു, തർജ്ജനം ചെയ്യുന്നു, പോകരുതെന്ന് ആജ്ഞ കൊടുക്കുന്നു, കൽപ്പന കൊടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് വചനവും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളെ ശാസിക്കുന്നത്, നമ്മളെ തർജ്ജനം ചെയ്യുന്നത്, നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇന്ന് വർക്കാലം ആ വനത്തിന് ശക്തി ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രസംഗിച്ച വചനം എപ്പോഴാണ് എനിക്കും നിങ്ങൾക്കൊരു സമയം കിട്ടുന്നത് അതിനെ സംസാരിക്കുവാൻ? സമയത്തിനും അസമയത്തിനും ഞാനും നിങ്ങളും ആരായിരിക്കണം? ഈ ദൈവത്തിന് വചനം പറയുവാൻ തയ്യാറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദൈവദാസനോട് അല്പനിമിഷം ദൈവവചനം പറയുവാൻ യാദൃച്ഛ്യമായി എന്ന് പറഞ്ഞു പോയാൽ ദൈവദാസൻ പറയും, അയ്യോ, ഞാനൊന്നും കരുതിയിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പ്രൈസലോ, അങ്ങനെ പറയുവാൻ നമുക്ക് എന്തെങ്കിലും ഇടയാകരുത്. കർത്താവിൽ പ്രസിദ്ധനായ D.L. മോഡി ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു. ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയത്: ദൈവത്തിന്റെ പൈതലിന്റെ കയ്യിൽ എപ്പോഴും 3 ചിന്തകൾ ഉണ്ടായിരിക്കണം, 3 പ്രസംഗം ഉണ്ടായിരിക്കണം. പ്രൈസലോ, എപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത്, അവസരം കിട്ടുന്നത്? ദുഃഖിച്ച് നിരാശയോടുകൂടി കടന്നു വന്നിരിക്കുന്ന ജനത്തിന്റെ മുൻപാകെ അവർക്കൊരാലോചന പറഞ്ഞു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും എപ്പോഴാണ് സമയം കിട്ടുന്നത്? സമയത്തിലും അസമയത്തിലും ഞാനും നിങ്ങളും ആരായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം.
ജാഗ്രതയുള്ളവരായിരിക്കണം. ആ വചനം എന്ത് ചെയ്യണം? ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, പ്രൈസലോ, നീ ഇത് ഭക്ഷിക്കുക, ഇത് നിന്റെ ഉള്ളിലാക്കുക. ഹല്ലേലൂയ. അസമയത്തിനും സമയത്തിനും ചാൻസ് കിട്ടിയാൽ പറയുവാൻ ഞാനും നിങ്ങളും ആരായിരിക്കണം? ഇത് ഉള്ളിലാക്കണം. ഇത് ഹൃദയത്തിന്റെ മാംസമടമ്പേന്തിയും പതിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങളും വചനങ്ങളും ദൈവത്തിന്റെ ആലോചന. ഒരുപക്ഷേ എൻ്റെയും നിങ്ങളുടെയും വായിൽ വരുന്ന ഒരു ആലോചനയായിരിക്കാം പലർക്കും ആശ്വാസകരമായി തീരുന്നത്. നിരാശയോടുകൂടി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി വരുന്നതായ ഒരു വ്യക്തിക്ക് വചനത്തിൻ്റെതായ ഒരു ട്രാക്റ്റ് കിട്ടി അവനായി രക്ഷകനെ അറിയുവാനിടയായിട്ട് ആ ആത്മഹത്യയിൽ ഞാൻ പിന്തിരിഞ്ഞതായിട്ട് അനുഭവം കേട്ടിട്ടുണ്ട്. പ്രൈസലോ. ഒരിക്കൽ ജയിലിൽ കിടന്നായ ജയിൽ പുള്ളി പുറത്തു നിന്ന് ആരോ ഒരു ഭക്ഷണം ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ആ ജയിലിൽ കൊണ്ടേക്ക് ഈ പ്രതിക്ക് കൊടുത്തു. അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചിട്ട് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ പേപ്പർ വായിച്ചു നോക്കി. ആ പേപ്പറിൽ കൂടിയാണ്, ആ പേപ്പറിനകത്ത്, ആ പത്രത്തിനകത്ത് ദൈവത്തിൻ്റെ ആലോചന, വചനത്തിന് ശക്തി ഉണ്ടായിരുന്നു, ഒരു വചനമുണ്ടായിരുന്നു. ആ കുറ്റവാളി ആ ജയിലിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? ഒരു യേശുവിനെ അറിയുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, സമയത്തിലും അസമയത്തിലും ഞാനും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയങ്ങൾ മുഴുവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് കരഞ്ഞു വിതയ്ക്കുന്നവർ പിന്നെ അവർ ആർപ്പോട് കൊയ്യും. ഇന്ന് വിതയ്ക്കാൻ മടിയന്മാർ അന്ന് കരഞ്ഞാൽ ഗതിയന്തെ. വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കുക, എങ്കിൽ മാത്രമേ കൊയ്തെടുക്കുവാൻ കഴിയൂ. ഹല്ലേലൂയ. വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കാതെ, അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, നീ മടിയനെ പോലെ എന്ത് ചെയ്യുക? ഉറങ്ങല്. മടിയാ ഉറുമ്പിൻ്റെ വഴി നോക്കി ബുദ്ധി പഠിക്കാൻ. വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കുക, പറയേണ്ട സമയത്ത് പറയുക, ആലോചന കൊടുക്കേണ്ട സമയത്ത് ആലോചന കൊടുക്കുവാൻ ഇന്ന് പലക്കാലവും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് വചനത്തിലെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ബലം പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനുഷ്യർക്ക് രക്ഷിക്കുവാൻ പറ്റാത്തത് മനുഷ്യരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വരുന്ന സമയങ്ങളാണ്. ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം ജനം ചെയ്യുക. ഒരു രാജ്യത്തിൽ നിന്ന്, ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് ദൈവത്തിൻ്റെതായ ആലോചന, വചനത്തിലേക്കുള്ളതായ ആലോചന, വചനത്തിലേക്കുള്ള ദൈവശബ്ദം നമ്മൾ കേൾപ്പിച്ചാൽ ആ വ്യക്തി വിടുതൽ പ്രാപിക്കും, ജീവൻ പ്രാപിക്കും, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായിത്തീരും. ദൈവകൽപ്പന അനുസരിച്ചുണ്ട് സത്യത്തിലും ആത്മാവിന് ദൈവത്തെ ആരാധിപ്പാൻ ആ ജീവിതം ഒരുക്കപ്പെടും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചന കഴിവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെതായ വചനത്തിൽ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു പഴയ ഭക്തൻ പ്രൈസലോ എപ്രകാരമാണ് പാടിയത്? ഹല്ലേലൂയ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ ലോകം വേറെ. അരക്കാശിനു മുതലില്ലാതെ തലച്ചായ്പാനോ സ്ഥലമില്ലാതെ. അരക്കാശിനു മുതലില്ലാതെ തലച്ചായ്പാനും സ്ഥലമില്ലാതെ. 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ.
33 കൊല്ലം വാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്ത് സന്ദർശിച്ചും. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്ത് സന്ദർശിച്ചും. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചും. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചും. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കോ സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കോ സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. കർത്തത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ ലോകം വേറെ. ക്രൂശിൽ മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. ക്രൂശിൽ മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. നരകത്തിൻ്റെ തിരമാലകളിൽ നിന്നെല്ലാരെ രക്ഷിച്ചു നീ. നരകത്തിൻ്റെ തിരമാലകളിൽ നിന്നെല്ലാരെ രക്ഷിച്ചു നീ. എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പ്രൈസനോ ക്രൂശിന്മേൽ കൈകാലുകളിൽ ആണി അടിച്ച് അവൻ കരയുന്ന നേരം നരകത്തിൻ്റെ തിരമാലകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ. ഇതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ വചനം എന്തിനാണ് നമ്മളോട് അറിയിച്ചത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലെത്തുന്നു. ഇത് വെളുക്കാല വചനം ഏറ്റെടുക്കുക, ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അല്പനിമിഷങ്ങളുടെ തിരുവനന്തപുരത്തിന് മുൻപാകെ ഇരിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ശ്രദ്ധിക്കുന്നു. അവനെ സംസാരിപ്പാൻ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. ഇത് വ്യർത്ഥമായി പോകുവാനിടയാകാതെ വണ്ണം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുത്തുകൊണ്ട് ബലം പ്രാപിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് താവെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ സ്വർഗമേ അവർക്ക് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ വനത്തിൽ കൊണ്ടുള്ളതായ വാക്യത്വങ്ങൾ ജനം പ്രാപിച്ചെടുക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്
വചനത്തിൽ കൂടി നിന്റെ ജനത്തിൽ അവിടുത്തെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.